നമസ്കാരം. ഒ രാജഗോപാലിന് ശേഷം കേരള നിയമസഭയിലേക്ക് BJP ടിക്കറ്റിൽ എത്തുക സി കൃഷ്ണകുമാർ ആണ് എന്ന് ഉറപ്പിച്ച പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി പാലക്കാട്ടെ തോൽവി. BJP കോട്ടയെന്ന് ആവർത്തിക്കുന്ന നഗരസഭയിലും വിള്ളൽ വീഴ്ത്തിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുതിപ്പ്. വോട്ടെണ്ണലിന്റെ തലേദിവസം തന്നെ സൈബർ ഇടങ്ങളിൽ വിജയാഘോഷം ആരംഭിച്ച അനുഭാവികൾക്ക് മുന്നിൽ ഈ കോട്ടയിലെ ചോർച്ച എങ്ങനെ വിശദീകരിക്കാനാകും? വോട്ട് നഷ്ടത്തിന്റെ കൂട്ടിക്കിഴിക്കലുകൾക്കിടെ പാലക്കാട്ടെ BJPയിൽ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന് എതിരെ തുറന്നടിച്ച് ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ രംഗത്തു വന്നു. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രവർത്തിച്ചിട്ടും വോട്ട് കുറഞ്ഞത് പരിശോധിക്കണമെന്നായിരുന്നു സന്ദീപ് വചസ്പതിയുടെ ആവശ്യം. ഏറ്റവും അനുകൂലമായ മണ്ഡലത്തിൽ ഏറ്റവും സ്വീകാര്യനായ നേതാവിനെ മത്സരിപ്പിച്ച് ജയിപ്പിക്കാനാകുന്നില്ല എങ്കിൽ നേതൃത്വത്തിന് എന്തോ പാളിച്ചയുണ്ട് എന്നല്ലേ വ്യക്തമാകുന്നത്. സന്ദീപ് വാര്യരുടെ പോക്കോടെ അകന്നു നിന്നവരും ഒരുമിച്ചു എന്ന് അവകാശപ്പെട്ടിട്ടും ഒറ്റക്കെട്ടായി വോട്ടുകൾ ബൂത്തിൽ എത്തിച്ചിട്ടും താമര വിരിഞ്ഞില്ല എങ്കിൽ അവകാശവാദങ്ങളും യാഥാർത്ഥ്യവും രണ്ടും രണ്ട് എന്ന് നേതാക്കൾ തിരിച്ചറിയേണ്ടേ. പ്രാദേശികമായി വലിയ എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന് സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തന്നെ തുറന്നു പറയുമ്പോൾ ആ എതിർപ്പ് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പ്രസക്തമാകുന്നത് പാലക്കാട്ടെ BJP വോട്ടുകൾ ചോർന്നതെങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ്. BJP വോട്ടുകൾ കോൺഗ്രസിന് ലഭിച്ചോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.